നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നതും ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളുടെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്യും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രേതാനുഭവങ്ങൾ. എൻ്റെ ചാനലിൽ സുനിൽ സുന്ദരരാമൻ എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുള്ള പ്രേത അനുഭവങ്ങളാണ്. അതിൻ്റെ കാരണം ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവർ ചെറിയൊരു ഭാഗമെങ്കിലും ഈ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളവർ പോലും അവരുടെ ആവശ്യം വരുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഈ അടുത്ത സമയത്തിന് ഞാൻ ഈ സംഭവ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രസകരമായ ഒരു കാര്യം കൂടി പറയാം. ഈ അടുത്ത സമയത്തിന് എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു. അയാൾ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞത്, ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, അയാളുടെ സഹോദരിക്ക് പ്രേതം പിടിച്ചു. വർഷങ്ങളായി, 49 വയസ്സുണ്ട്, ഭർത്താവ് മരണപ്പെട്ടു പോയി. അതിനുശേഷം അവരെ പ്രേതം പിടിക്കുന്നു, അലർച്ചയും ബഹളവും കാര്യങ്ങളും, വീട്ടിൽ കിടന്ന് ഈ പ്രേതബാധ പിടിച്ചതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി, ഒരു രക്ഷയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു. ഇതാണ് അവസ്ഥ. അപ്പം എല്ലാവരും വെച്ചാൽ അയാളുടെ ബന്ധുക്കൾ എല്ലാവരും പറയുന്നു അവർക്ക് പ്രേതം പിടിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ എന്നറിയാനാണ് ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നത് എന്ന് പറഞ്ഞു. ഇയാളുടെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. പക്ഷെ പറഞ്ഞു വന്നതിനകത്ത് ചില വാക്കുകൾ, പ്രേതം എന്നൊക്കെ ഉള്ളൊരു വാക്കും മറ്റുള്ളവരത് വിശ്വസിച്ച് പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുച്ഛം ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുന്നു, എന്താണ് താങ്കളുടെ ജോലി? ഞാനൊരു ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ്. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കപ്പം അദ്ദേഹത്തിന് താങ്കൾക്ക് ഇത് പ്രേതമാണെന്ന് താങ്കൾ കണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കണ്ടു, പക്ഷെ എനിക്കതിലൊന്നും ഒരു വിശ്വാസമല്ല. ഭൂതം പ്രേതം അതൊന്നും നമ്മുടെ ചുറ്റിനുമില്ല, നമ്മുടെ ഭൂമിയിൽ അതൊന്നുമില്ല. ഇതൊക്കെ വെറുതെ അവളുടെ ഒരു മാനസിക പ്രശ്നമായിട്ട് കാണിക്കുന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പം ഞാൻ ചോദിച്ചു, എങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ വന്നത്? ഈ താങ്കൾ പറഞ്ഞു വിട്ടവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തൂടെ ഭൂതവും പ്രേതമൊന്നും ഇല്ല എന്നുള്ള കാര്യം? അവരെ ചികിത്സ ചെയ്താൽ പോരെ? അതല്ല, അത് അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതി, അതായത് പ്രേതമില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കണം. പക്ഷെ ഈ പറഞ്ഞതൊക്കെ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് വന്നപ്പം ചികിത്സിക്കാൻ ഇറങ്ങി എന്നുള്ളൊരവസ്ഥയിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അങ്ങനെ വന്നിരിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് എന്നെ കൊണ്ട് കാര്യം നേടുകയും വേണം, എന്നാലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കളുടെ ക്ഷേത്രത്തില് ഉത്സവത്തിന് ഈ സുദർശന ഹോമം നടത്താറുണ്ട്? ഇദ്ദേഹമാണ് അവിടുത്തെ സെക്രട്ടറി, നടത്താറുണ്ട്. നമ്മൾ എന്തിനാണ് ഈ സുദർശന ഹോമം നടത്തുന്നത്? അത് ഈ ഭൂതപ്രേത പിശാചുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഭൂതങ്ങളോ പ്രേതങ്ങളോ ഒക്കെ വന്ന് കയറാറുണ്ട്, നെഗറ്റീവ് എനർജികൾ. അതിനെയൊക്കെ മാറ്റിക്കളയുന്ന കർമ്മം ഉത്സവ സമയത്തിന് ഏതെങ്കിലും ഒരു ദിവസം മഹാസുദർശന ഹോമം തന്ത്ര ചെയ്തിട്ടാണ് അത് മാറ്റുന്നത്. അതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം, ക്ഷേത്രമാണല്ലോ. അപ്പം നമ്മൾ താങ്കൾ സെക്രട്ടറി ആയിരിക്കുന്ന ക്ഷേത്രത്തിൽ താങ്കൾക്ക് വിശ്വാസമില്ല, ഭൂതപ്രേതങ്ങളിൽ ഇല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു, പിന്നെ എന്തിനാണ് താങ്കൾ നടത്തിക്കുന്നത്? അപ്പൊ ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമല്ല, അല്ലെ? താങ്കളുടെ മനസാക്ഷിയെ തന്നെ താങ്കൾ അത് ചതിക്കുകയല്ലേ? അപ്പൊ ഈ ഒരു സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തിന് വേണ്ടിയിട്ട് താങ്കളുടെ വിശ്വാസത്തെ പോലും താങ്കൾ തള്ളിക്കളയുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് നാട്ടുകാരെല്ലാം കൂടെ ഞാൻ തന്നെ വേണം നിർബന്ധം പിടിച്ച് എന്നെ പിടിച്ച് കയറ്റിയതാണ്. നമ്മൾ ആയിക്കോട്ടെ, അപ്പൊ താങ്കൾ പറയണമായിരുന്നു, എനിക്ക് ഈ ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ല, അതുകൊണ്ട് ഈ ഭൂതത്തിനെയും പ്രേതത്തിനെയും ഓട്ടിക്കുന്ന ഈ മഹാസുദർശന ഹോമമൊന്നും ഞാൻ ഇരിക്കുമ്പോൾ നടത്താൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ട് കയറാത്തത്. ഇദ്ദേഹം ഒന്ന് ചമ്മി. ഞാൻ പറഞ്ഞു, താങ്കൾ ഇരിക്കുന്നത് അങ്ങനെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ്. താങ്കൾക്ക് ഭൂതപ്രേത പിശാചുകളുടെ വിശ്വാസമില്ലെങ്കിൽ സ്വന്തം സഹോദരിയുടെ കാര്യം അന്വേഷിക്കാൻ താങ്കൾ വരരുത്. വിശ്വാസമുള്ള ഒരാളെ പറഞ്ഞു വിടൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒന്നും പറയാതെ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം. കാരണം ഈ നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്നാകരുത്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസമൊക്കെ അതിന് മുമ്പിൽ പിടിച്ചു. അതായത് ചില ആൾക്കാർ പറയും, ഈ കൊതി മുമ്പേ നാണം പെമ്പേ എന്ന് പറയും, വേണം പക്ഷെ കഴിക്കാൻ വയ്യ എന്നൊരവസ്ഥ. അപ്പം ഇങ്ങനെയും ചില ഉള്ള കൃമികീടങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. സ്വന്തം ആവശ്യം വരുമ്പോൾ ഓടിപ്പിടിച്ച് ഞങ്ങളെ പോലുള്ളവരടുത്ത് വരും, പ്രേതമുണ്ട്, അത് പരിഹരിക്കണം. എന്നാൽ നാട്ടുകാരുടെ വിഷയത്തിലോ മറ്റുള്ള വിഷയത്തിലോ വരുമ്പോഴത്തേക്ക് ഘോരം ബാധിക്കും പ്രേതമില്ലാതെ. ഇതൊരു അനുഭവം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാനത് പരിഹരിക്കാനൊന്നും പോയില്ല. ഇന്ന് ഞാൻ പറയുന്നത്, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, പ്രേതം എന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കുന്നവരാണ് 95%. അതിൽ 5 പേര് മാത്രമേ, 100 പേരെടുത്താൽ 5 പേർക്ക് മാത്രമേ അതിൽ വിശ്വാസം ഇല്ലാതുള്ളൂ. അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു
ആഴത്തിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ സംഭവം കൂടി ഒരു 2-3 മിനിറ്റ് നിങ്ങളുടെ സമയം ഞാൻ എടുത്തത്. അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വരുന്നൊരു സംഭവം ഭൂതപ്രേതങ്ങള്. അത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടുകളിലാണ് അധികമായും വരുന്നത്. വീട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ യാത്രാ മധ്യ അസമയങ്ങളിൽ, അസമയം എന്ന് പറഞ്ഞാൽ രാത്രിയോ നട്ടുച്ചോ സമയത്തിനൊക്കെ വിജനമായ സ്ഥലങ്ങൾ കൂടി യാത്ര ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതാണ് ഈ ഭൂതപ്രേത പിശാചുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. ഇതൊരു വീട്ടില് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ സുഖമായി കിടന്നുറങ്ങുന്നു. അവരുടെ താമസത്തിന് വന്നതിന് ശേഷം അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല. മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയപ്പെടുത്തുന്ന സംഭവങ്ങളോ ഒന്നും അവർക്കില്ല. പക്ഷേ അവരുടെ വീട്ടിൽ പുറത്ത് നിന്ന് ആ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങിയാലും അവർക്കന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ആദ്യമായിട്ട് ഇത് അനുഭവപ്പെടുന്നത് ഈ വീട് വീടോടുകൂടി വാങ്ങിച്ച് ഒരു വലിയ വീട് താമസമാക്കിയതിന് ശേഷം അവരുടെ മൂത്ത മകള് MBBS എന്തോ പഠിക്കുന്ന കുട്ടിയാണ്. അവരുടെ കൂട്ടത്തിൽ ആ മകളുടെ കൂട്ടത്തിലുള്ള 2 കൂട്ടുകാരികൾ ഇവർ താമസമാക്കി ഒരാഴ്ചക്ക് മുമ്പേ തന്നെയാണ് അവിടെ വന്നു. ഒരു ദിവസം 1-2 ദിവസം ഇവരോട് തങ്ങേണ്ടി വന്നു. അങ്ങനെ ആ കുട്ടികൾക്കാണ് ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇവരുടെ ഈ ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാള് രണ്ടാമത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്റ്റെയർ ഈ ഹാളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്തൊരു മുറി. അപ്പോൾ ഇവർ നോക്കുമ്പോൾ അപ്പോൾ ഇവരുടെ അച്ഛൻ, അമ്മ, ഈ ഒരു മൂത്ത പെൺകുട്ടി, ഒരു അനിയൻ, ഒരു അനിയത്തി, ഇത്ര പേരാ വീട്ടിലുള്ളൂ. ബന്ധുക്കളൊന്നും അടുത്തൊക്കെ ആണെങ്കിൽ അവരൊന്നും ഈ വീട്ടിൽ വന്ന് താമസിക്കാനൊന്നുമില്ല. പകലൊക്കെ വന്ന് കണ്ടുപോയതേ ഉള്ളൂ. ആദ്യമായിട്ട് താമസിക്കാൻ രാത്രി അന്തി ഉറങ്ങാൻ വരുന്നവരാണ്. അപ്പോൾ ഇത്രയും പേരാ വീട്ടിലുള്ളൂ. ഈ വന്ന 1-2 കൂട്ടുകാരികളുമായിട്ട് ഇവർ നോക്കുമ്പോൾ ഇവർക്കാർക്കും പരിചയമില്ലാത്ത ഒരാൾ. അപ്പം ഈ അവിടെ ഇരിക്കുന്ന ഈ സോഫ സെറ്റിൽ ഈ 2 കൂട്ടുകാരികളും ഈ 2 അനിയത്തി ചേട്ടത്തിമാരും മൊത്തം 4 പേര് അവിടെ ഇരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇളയ അനിയനും അമ്മയും അച്ഛനൊക്കെ അവരുടെ ബെഡ്റൂമിൽ എന്തോ ഇരിക്കുകയാണ്. അവരൊന്നും ഈ ഹാളിൽ അപ്പടി ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ 2 കൂട്ടുകാരികളും ഒരേ കണക്ക് കാണുന്നത് തൊട്ടടുത്ത മുറിയുടെ വാതിലിൽ നിന്നും ഒരു പ്രായമുള്ള ഒരാൾ, അയാൾ പുറത്തിറങ്ങിയിട്ട് ഒരു പാത്രം കയ്യിലിരിപ്പുണ്ട്. ഇതും കൊണ്ട് നേരെ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുന്നു. ഈ 2 പേരും ഒരേ കണക്ക് കണ്ടു. അപ്പം ഇത് കണ്ടപ്പോൾ ഇവർക്കാദ്യം അതൊരു അവരൊന്നും മിണ്ടിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും പേരേ ഉള്ളൂ, അച്ഛനും അമ്മയും ഈ 3 കുട്ടികളെ ഉള്ളൂ എന്നറിയാം. അപ്പൊ ഇത് പിന്നെ ആരെങ്കിലും അവരുടെ ബന്ധുക്കൾ വന്നതാണോ എന്നൊരു സംശയത്തിന്റെ പുറത്താണ് ഇവർ 2 പേരും മിണ്ടാതിരുന്നു. അപ്പം അത് തന്നെയല്ല, ഈ വീട്ടില് ഈ 2 അനിയത്തിയും ചേട്ടത്തിയും ഇവരോടൊപ്പം ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ചേട്ടത്തിക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഭാഗത്ത് കൂടിയാണ് നടന്നിവരിയ്ക്കുന്നത്. മുൻഭാഗത്ത് കൂടിയാണ് ഒരു വാതിലുണ്ട്. ആ വാതിലിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റെയറിൽ കയറി ഇവരിങ്ങനെ ഈ ആള് ഒരു എന്തോ പാത്രം ഒക്കെ കൊണ്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങ് പോകുന്നു. എന്നിട്ട് മിണ്ടില്ല. ഇവര് ഒന്ന് നോക്കിയിട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അതേ കണക്ക് ആ പാത്രം കൊണ്ട് തിരിച്ചു വന്ന് ഈ മുറിക്കകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ വന്ന ഗസ്റ്റായിട്ട് വന്നതിൽ ഒരു പെൺകുട്ടി അവിടുത്തെ മൂത്ത കുട്ടിയോട് ചോദിച്ചു, ഇതാരാണ്? നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചു, ആര്? ഇപ്പൊ ഒരു പാത്രം കൊണ്ട് മുകളിലോട്ട് കയറിപ്പോയിട്ട് ഇപ്പൊ തിരിച്ചിറങ്ങിപ്പോയില്ലേ? അതാര് പോയി? അപ്പം ഈ വന്ന ഗസ്റ്റ് 2 പേരും കൂടി പറഞ്ഞേ, ഞങ്ങൾ 2 പേരും കണ്ടല്ലോ, ഒരു പ്രായമുള്ള ഒരാൾ ഒരു പാത്രം കൊണ്ട് മുകളിലോട്ട് കയറിപ്പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ആ മുറിക്കകത്തോട്ട് കയറിപ്പോയിരുന്നു. അപ്പൊ ഇവരെ ഇല്ല, ആരുമില്ല, ഞങ്ങൾ കണ്ടില്ല. ഈ വീട്ടിൽ അങ്ങനെ ആരുമില്ല, ഞാനും അച്ഛനും ഞങ്ങൾ 3 പേര് മക്കളും അല്ലാതെ വേറെ ആരുമില്ല. ഇപ്പം നിങ്ങൾ 2 പേരുണ്ട്, അല്ല വീട്ടിൽ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. ഇത് കള്ളന്മാരായിട്ടാണോ? അപ്പൊ ഈ പെൺകുട്ടിയെ കള്ളനാണെങ്കിൽ നീ കണ്ടു, ഞാനും കാണുന്ന വിധത്തിൽ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പെട്ടെന്ന് ചാടി കഴിച്ചു ആ മുറിയിൽ ചെന്ന് നോക്കുന്നു, ഒന്നും കാണാനില്ല. അപ്പോൾ അച്ഛനും അമ്മയോട് വിളിച്ച് കാര്യം പറഞ്ഞു. ഇവരെല്ലാം കൂടി മുകളിൽ ചെന്ന് നോക്കുന്നു. മുകളിലത്തെ നിലയിൽ അവിടെ ഒന്നും ആരുമില്ല. പക്ഷെ ഈ ഗസ്റ്റായിട്ട് വന്ന 2 പെൺകുട്ടിക്ക് ഭയങ്കര പേടിയായി. കാര്യം വെച്ചാൽ അവർ കണ്ടു, യഥാർത്ഥത്തിൽ ഒരാളല്ല 2 പേർക്ക് ഇത് അനുഭവപ്പെടുന്നു. ഒരാൾക്ക് മാത്രം അനുഭവപ്പെടുന്നെങ്കിലാണ് അതിന് നമ്മൾ മാനസിക രോഗം എന്ന് പറയുന്നത്. അതായത് ഒരു സംഭവം ഒരുമിച്ചിരിക്കുന്ന 2 പേര് ഒരേ കണക്ക് കാണുകയാണെങ്കിൽ അതൊരു മാനസിക പ്രശ്നമല്ല. പക്ഷെ ഒരു 5 പേര് ഒന്നിച്ചിരിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രം ഒരു തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മാനസിക പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഒരേ കണക്ക് ഒരേ സംഭവം 2 പേര് കാണുന്നു, ഒരേ സമയം ഒന്നിച്ചിരുന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ അത് പോയ ഭാഗത്ത് അവിടെ എന്തോ ഇവർക്ക് 2 പേർക്ക് മാത്രം കാണാൻ പറ്റുന്ന
എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. എന്നാൽ അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ആലോചിച്ച് ഈ വന്ന 2 പെൺകുട്ടികൾക്ക് പേടിയായി. അപ്പോൾ അവർക്ക് മുകളിൽ കിടക്കാനാണെന്ന് തയ്യാറാക്കിയത്. പക്ഷെ അവർ മുകളിൽ കിടന്നില്ല, താഴെ തന്നെ കിടന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ. അപ്പം ഈ രാത്രി ഇവർ ഈ താഴത്തെ മുറിയിൽ കിടക്കുമ്പോൾ പോലും ഈ സ്റ്റെയർ വഴി ആൾ കയറിപ്പോകുന്ന ശബ്ദം ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ 2 പെൺകുട്ടികളും അത് ഇവരോട് ആ രാത്രി ഇവരോടൊന്നും തുറന്നു പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് പറഞ്ഞു, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, ഞങ്ങൾ 2 പേരും കണ്ടതാണ്, രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, രാത്രി ഇങ്ങനെ കയറിപ്പോകും, കുറേ കഴിയുമ്പോൾ തിരിച്ചിറങ്ങി പോകുന്ന ഈ കാൽപ്പെരുമാറ്റം ഞങ്ങൾ കേട്ടതാണെന്ന് ഇവർ പറഞ്ഞു. എന്തായാലും 1-2 ദിവസം നിൽക്കാമെന്ന കുട്ടികളാണ്. അവർ അന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ നിന്നും സ്ഥലം കാലിയാക്കി. പക്ഷെ പകലൊന്നും ഈ ഒരു ബുദ്ധിമുട്ടുമില്ല. അതങ്ങ് കഴിഞ്ഞു. വീണ്ടും കുറേ നാൾ. അപ്പം ഈ അവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് അവിടെ വന്നതിന് ശേഷം വളരെ നല്ലതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സംഭവത്തിനെ കുറിച്ച് പിന്നെ അവർ ചിന്തിച്ചില്ല. അതിനുശേഷം ഇവരുടെ അമ്മയുടെ സഹോദരൻ, ഈ പെൺകുട്ടികളുടെ അമ്മയുടെ സഹോദരൻ, ഈ വീട്ടിലെ ഗൃഹനാഥയുടെ സഹോദരൻ, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം നാട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ഒക്കെ കുട്ടികളും ജീവിച്ചതിന് ശേഷം ഒരു ദിവസം സഹോദരിയോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് വിദേശത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. ഇത് കണക്ക് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതേ കണക്കൊരു സീനാണ്. ഹാളിലിരിക്കുന്നു, ഇവരെല്ലാവരും ഉണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ, അപ്പം ഈ സ്റ്റെയർ കയറി കറങ്ങി ചെന്ന് മുകളിൽ കയറുമ്പോഴത്തേക്ക് ആ ഭാഗം ഇവർക്ക് കാണാം. അപ്പം മുകളിൽ കയറിയിട്ട് അവിടെ നിന്നും ഈ 2 ബെഡ്റൂമിന്റെ വാതിൽ അവർക്ക് കാണാം. ഈ ബെഡ്റൂമിന്റെ മുമ്പിൽ കൂടി ഒരു പാത ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്, കൈവരിയൊക്കെ വെച്ചിട്ട്. അപ്പം സ്റ്റെയർ ഇങ്ങനെ കയറി നേരെ വന്ന് ആ വഴിയിൽ കൂടി വഴി വെച്ചാൽ ഫ്രണ്ട് ഭാഗത്ത് നടന്നു വരുമ്പോൾ 2 റൂമിലേക്ക് കയറാം. ഇദ്ദേഹം സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വെറുതെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ കൈ കെട്ടി നിന്നിട്ട് ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് അങ്ങകത്ത് കയറിപ്പോയി. അപ്പം ഇദ്ദേഹം മിണ്ടുന്നില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ അപ്പോഴും ധാരണ, ഇദ്ദേഹം വൈകിട്ട് വന്നതേ ഉള്ളൂ, ഇവർക്ക് പരിചയമുള്ള ഇച്ചിരി പ്രായമുള്ള ഒരാളാണെന്ന് വെച്ചാൽ. വീണ്ടും അയാൾ അവിടെ നിന്നപ്പോൾ ചോദിച്ചു, അളിയനോട് ചോദിച്ചു, അതാരളിയ അവിടെ നിൽക്കുന്നത്, അളിയൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. എവിടെ നിൽക്കുന്നത്? നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ നിൽക്കുന്ന ആള് ഈ വിദേശത്ത് നിന്ന് വന്ന ആളിനെ ഇങ്ങനെ രൂക്ഷമായി നോക്കുകയാണ്. ഇയാൾ അതുകൊണ്ട് നോക്കുന്നു, എന്നെ ഭയങ്കര ദേഷ്യത്തോട് നോക്കുന്നു. അളിയും മുന്നേ ഈ വീട്ടിലെ ഗൃഹനാഥൻ എവിടെ നിൽക്കുന്നു, ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കണ്ടില്ല. അപ്പം ഇദ്ദേഹത്തിനും അതൊരു വല്ലാത്തൊരു അനുഭവമായി. എങ്കിൽ നമുക്ക് കയറിപ്പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് ഈ ഗൃഹനാഥൻ ഈ വിദേശത്ത് നിന്ന് വന്ന ആളിനെ പിടിക്കുന്നു. ഇയാൾ പേടിയോടും. അപ്പം ഇവർക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന്റെ കൂടെ 5 പേരുണ്ട്. ആ വീട്ടിലെ ഗൃഹനാഥയും, അതായത് ഇദ്ദേഹത്തിന്റെ സഹോദരനും അളിയനും 3 കുട്ടികളും. പക്ഷെ അവർക്ക് എല്ലാവരും ഈ ഹാളിലുണ്ട്, ആർക്കും അത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന് മാത്രം അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ പിടിച്ചു വലിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് പോകാനൊരു മടി. അങ്ങനെ ഇവര് പിടിപലിച്ച് നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഈ മുകളിൽ നിന്ന ആൾ, അപ്പൊ എന്തായാലും ഇയാൾക്ക് ഈ ഗൃഹനാഥനോടൊപ്പം ഈ സ്റ്റെപ്പ് കയറി പോയേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് ഇയാൾ പതുക്കെ മടിച്ച് മുന്നോട്ട് നടന്നപ്പം ഈ മുകളിൽ നിന്ന ഈ രൂപം ഒരു നിലവിളിയോടുകൂടി അങ്ങ് എങ്ങോ പോയി മറഞ്ഞു. അപ്പൊ ഇയാൾ ഏതാണ്ട് നിലവിളിച്ചുകൊണ്ട് പോയി. അതും അളിയൻ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ കേട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവര് ഈ 2 കൂട്ടുകാരികൾ, മകളുടെ കൂട്ടുകാരികൾ വന്ന ഈ സംഭവം അവരവർ ഓർമ്മിക്കുന്നു. രാത്രി ഇയാൾ അവിടെ തന്നെ കിടന്നുറങ്ങി. അടുത്ത നേരം വെളുത്തപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ പറയുന്നു, അളിയ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇന്നലെ കണ്ട രൂപം ഇതാണ്. ഇങ്ങനെ ഈ കൂട്ടുകാരികൾ കണ്ടതിനെ കുറിച്ചൊക്കെ അവർ പരസ്പരം സംസാരിച്ചു. രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ കാലിൽ വന്ന് ആരോ പിടിച്ചു വലിക്കുന്നു, ചിരിക്കുന്നു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ വന്നിട്ട് ഇത്രയും നാളെ ഞങ്ങൾക്ക് ഒരു മോശമായിട്ട് അനുഭവങ്ങളില്ല, ഞങ്ങൾക്ക് വളരെ നല്ലതേ ഉള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ കൂട്ടുകാരികൾ വന്നപ്പോണ്ട അനുഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, എന്തോ വിഷയം ഇവിടെ ഉണ്ട്, നിങ്ങൾ എന്തായാലും അത് പരിഹരിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ശരിയാകട്ടെ എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഗൃഹനാഥൻ പറഞ്ഞിട്ട് അവർ അത് അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാകുന്നൊരു സംഭവം, ഇവരുടെ വീട് വലിയൊരു കോമ്പൗണ്ടാണ്. അപ്പം വീടിൻ്റെ മുൻപിൽ മുറ്റം, ഇച്ചിരി വലിയ മുറ്റം കഴിഞ്ഞിട്ടാണ് ഗേറ്റ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു റോഡ്, ചെറിയൊരു വണ്ടിയ വാഹനമൊക്കെ പോകുന്ന തന്നെ റോഡിന് എതിർഭാഗത്ത് ഒരു വീടുണ്ട്. അപ്പോൾ 2 പേരുടെ ഗേറ്റ് റോഡിന് അപ്പുറം ഇപ്പുറമാണ്.
അപ്പം ഇവരെല്ലാവരും കൂടി ഒരു ദിവസം ഈ അമ്മയും മക്കളും അച്ഛനും ഒക്കെ ആയിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം അപ്പുറത്തുള്ള വീട്ടുകാരും ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് സന്ധ്യ സമയമാണ് വന്നിട്ട് ഒരുവിധം വെച്ചാൽ കൂടുതൽ രാത്രിയൊന്നും അല്ല അവരവിടെ അങ്ങനെ വന്നു നിന്നു ഇങ്ങനെ പരസ്പരം അവരെ ഇങ്ങോട്ട് അയൽമുഖമാണല്ലോ സംസാരിച്ചൊക്കെ നിന്നപ്പോഴത്തേക്കുണ്ട് ഈ നിൽക്കുന്നതിൽ ഈ അപ്പുറത്തെ വീട്ടിലെ ഗൃഹനാഥ അവിടെ നിന്നുണ്ട് കൂടെ രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം എല്ലാം ഗ്ലാസ് ഇട്ട ജനലുകളാണ്. അപ്പം അകത്താരെങ്കിലും നിന്നാൽ കാണാൻ പറ്റും. നോക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നോക്കി തുടങ്ങിയപ്പോൾ ഈ വീട്ടുകാർക്ക് മനസ്സിലായി എന്തോ പ്രശ്നം. അപ്പോൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് വന്ന്. അത് അവിടെ ആരും നിങ്ങളുടെ ബന്ധുക്കളെല്ലാം ഉണ്ടോ വീട്ടിലെന്ന് ചോദിച്ചു. ഇല്ല, ആ മുകളിലത്തെ നിലയിൽ ഏതോ ഒരാൾ നിൽക്കുന്നത് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ വീട്ടിനുള്ളിൽ താമസിച്ച് രണ്ടുപേർക്ക് ഉണ്ടാകാതെ അനുഭവം തന്നെയാണ്. അപ്പോൾ ഇവർ വീട്ടുകാരോടും പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഈ വന്ന് താമസിക്കുന്ന അതായത് വീട്ടിൽ അന്തി ഉറങ്ങാൻ വരുന്നവർക്ക് ഇങ്ങനെ രണ്ടുപേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ നിന്ന ഗൃഹനാഥനും ഗൃഹനാഥയും പിന്നെ ആ വീട്ടിൽ അത് അടുത്ത വീട്ടിൽ അവരുടെ ഒരു വയസ്സായ സ്ത്രീയുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ അവരുടെ അമ്മയാണെന്നറിയില്ല. ഈ 3 പേർക്കും അവർ പറഞ്ഞു നോക്കുമ്പോൾ ആ 3 പേർക്കും ഈ വീടിനുള്ളിൽ ജനലിൻ്റെ അപ്പുറം നിൽക്കുന്ന ആളിനെ ഈ ക്ലാസ്സിൽ കൂടി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർ തിരിഞ്ഞു നോക്കിയിട്ട് ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോഴത്തേക്ക് ഇവർക്ക് പേടി തുടങ്ങി. ഇവർക്ക് മറ്റ് ഒരു പേടിപ്പിക്കുന്ന ഒരു അനുഭവങ്ങളോ കാര്യങ്ങളോ ഒരു ഒച്ചബഹളോ ഒന്നുമില്ല. ഈ 5 പേർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഈ 3 പേരുടെ അനുഭവം ആയപ്പോഴത്തേക്ക് അവർക്കും തോന്നി തുടങ്ങി ഇതിനുള്ളിൽ ഈ 5 പേരല്ലാതെ അവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തോ ഒരു നെഗറ്റീവ്, അതായത് ഒരു പ്രേതം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർക്ക് പേടിയായി. അങ്ങനെയാണ് ഈ കേസ് ഞാൻ പോയി പരിഹരിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ പോയി. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും നെഗറ്റീവിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ വന്നെന്നോ എന്താണെന്നോ ഒന്നും എത്ര ശ്രമിച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എത്രയോ പ്രാവശ്യം ഞാൻ നോക്കി, എന്നിട്ടൊന്നും അത് ഒരു പ്രേത സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആണാണോ പെണ്ണാണോ, ഇവർ കാണുന്ന രൂപം ഒരു പുരുഷ രൂപമാണ്, എന്താണെന്നൊന്നും ഒക്കെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്കതിനെ ഒഴിവാക്കാൻ ഒരു എളുപ്പം. അത് ഏതെങ്കിലും ശരീരത്ത് വരുത്തിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ചോദിച്ചാലേ നമുക്ക് മാറ്റാനായിട്ട് പൂർണ്ണമായും മാറ്റാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കടമ്പകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ ഇത് രാശിയിൽ കൂടിപ്പോലും ഇത് ആരാണെന്നോ എന്താണെന്നോ ഉള്ള ഒരു സൂചനയും ഇത് തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അതിന് എന്താണെന്ന് നമുക്ക് ആരാണെന്നൊന്ന് കണ്ടുപിടിക്കണ്ട, ഇനി ഇതേ കണക്കൊരു അനുഭവം നമുക്കിവിടെ ഉണ്ടാകരുത്. അത് ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് പേടിയായി തുടങ്ങി. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഒരു മാർഗം ചെയ്തു തന്നാൽ മതി. അപ്പം ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണെങ്കിൽ എന്തായാലും ഇതിനെ ഒഴിപ്പിക്കുക, ആവാഹിച്ചു മാറ്റുക എന്നുള്ളൊരു ക്രമം മാത്രമേ ഇതിനകത്ത്, പരിഹാരം മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ ആവാഹിച്ച് മാറ്റണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൂടി അറിയണം. പക്ഷേ അതറിയാൻ ഒരു നിവൃത്തിയില്ല. പക്ഷെ എന്താ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെയ്ത ഒരു പരിഹാര കർമ്മമായിരുന്നു അതും. പക്ഷെ അത് വിജയിച്ചു. അത് പിന്നീട് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് ഒരു 3 ദിവസം കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ, അത് തുടർച്ചയായിട്ട് 3 ദിവസമല്ല, അടുപ്പിച്ച് വരുന്ന 3 വെള്ളിയാഴ്ചകളിൽ പോയിട്ട് ഇത് പൂർണ്ണമായും ആവാഹിച്ച് മാറ്റി കൊണ്ടുപോയി. അപ്പം ഞങ്ങളുടെ വിശ്വാസമാണ് അത് വന്നു എന്നുള്ളത്. പക്ഷെ വീട്ടുകാരുടെ അനുഭവം കൂടി നോക്കണമല്ലോ. അതിനുശേഷം അവരുടെ വീട്ടുകാർ വേറെ അടുത്തുള്ള ബന്ധുക്കളും ഇതേ കണക്ക് അവരുടെ കൂട്ടുകാരികളൊക്കെ ഈ പറഞ്ഞ മുൻപ് വന്ന കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് അവരൊക്കെ വന്ന് പിന്നീട് അവിടെ താമസിച്ചതിന് ശേഷം ആർക്കും അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇത് എന്താണെന്ന് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം പലരും ചോദിച്ചു, അദ്ദേഹം തന്നെ ചോദിച്ചു ഇത് എന്തായിരിക്കും, ഇത് എങ്ങനെയായിരിക്കും. അപ്പം എനിക്ക് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടും പിന്നെ ഇതേണക്കുള്ള ഒരുപാട് നമ്മളുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അത് ചരിത്രങ്ങൾ തന്നെയാണ്. അതുമൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കിയതും വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയുമായി അവകാശപ്പെട്ട് നിൽക്കുന്ന ചില മനുഷ്യര് അവർ ദുർമരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തന്നെ അവർ സ്ഥിരമായിട്ട് ഉണ്ടാകുമെന്നും ആത്മാവ് ഉണ്ടാകുമെന്നും ഈ ചില ആൾക്കാർക്ക് അത് ആ രൂപത്തെ കാണാൻ സാധിക്കുന്നു. ഇപ്പം ഇങ്ങനൊരു വീടുണ്ടെങ്കിൽ പോലും ആ വീടിനുള്ളിൽ ഇവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ ഒരു ആത്മാവ്, ഒരു പ്രേതം ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത്. പക്ഷെ അത് അപകടകാരിയല്ല.
ആരെയും ഉപദ്രവിക്കുകയോ ആരുടെയെങ്കിലും ശരീരത്തിൽ വന്നിട്ട് ഇതിനൊക്കെ ഭ്രാന്തമായ അവസ്ഥകൾ അല്ലെങ്കിൽ പേ പിടിച്ചണക്ക് കാണിക്കുക ഒന്നും ചെയ്യുന്നില്ല. അപരിചിതരായി വരുന്നവർക്ക് അല്ലെങ്കിൽ പുറമേ നിന്നും വരുന്നവർക്ക് ആ വീട്ടിലെ അവകാശികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഒരു പനി പോലും അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടില്ല. വരാനുള്ള അപകടങ്ങൾ പോലും ഇവര് അതൊന്ന് മാറ്റി നിർത്തി എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാം. പക്ഷെ പുറമേ നിന്ന് ആരെങ്കിലും അവിടെ വന്ന് താമസമാക്കിയാൽ ഒരു അന്ത്യ ഉറങ്ങിയാൽ അവർക്ക് ഈ രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനർത്ഥം ഈ ഭൂമിയുമായി വളരെ സ്നേഹത്തോടുകൂടി നിന്നിരുന്ന ഏതോ ഒരു വ്യക്തി, ചിലപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പാകാം, ദുർമരണപ്പെട്ടു പോവുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇപ്പോഴും അതിങ്ങനെ മറ്റുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ശക്തിയായി അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ അതിന് സാത്വികമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ അതിൻ്റെ വളരെ ഭക്തി പുരസ്സരം അതിനെ ആവാഹിച്ചപ്പോൾ അത് നമ്മളോടൊപ്പം വരികയും പിന്നെ അതിന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ചോറ്റാനിക്കര പോലുള്ള ക്ഷേത്രങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അത് എവിടെ കൊണ്ട് നിർത്തിയെന്ന് ഞാൻ പറയുന്നത്, അങ്ങനെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അതിനെ അവിടെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിനുശേഷം അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ആ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പ്രേതാനുഭവങ്ങൾ എന്ന് പറയുന്നത് പലവിധമാണ്. ചിലത് പ്രത്യക്ഷത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ചിലത് ഇത് അപൂർവമായിട്ട് ഉള്ള സംഭവമാണ്, ആ വീട്ടിൽ താമസമാക്കിയവർക്ക് അത് ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അവസാനം ഈ 2-3 പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ വീട്ടുകാർക്ക് പേടിയായി. ഈ ബോംബെന്ന് പറയുന്നത് എപ്പോഴായാലും കയ്യിരുന്നാൽ ചിലപ്പോൾ എപ്പോഴാണോ പൊട്ടാം എന്നുള്ളൊരവസ്ഥയില്ല. അതുപോലെയാണ് ഇതും. അവർക്ക് പിന്നീട് പേടിയായി, അവർക്ക് അതിനെ ഒഴിപ്പിക്കണം എന്നുള്ളൊരു ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഭയം കൊണ്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പോയി അത് ഇടപെട്ടതും അത് പൂർണ്ണമായും ഒഴിപ്പിച്ചു. പക്ഷെ ഒഴിപ്പിക്കുമ്പോൾ പോലും ആ നിൽക്കുന്ന ആത്മാവിന് അല്ലെങ്കിൽ ആ ഒരു പ്രേതത്തിന് ഒരു 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 വേദന പോലും ഉണ്ടാകാതെ അല്ലെങ്കിൽ ഒരു അതൃപ്തി ഉണ്ടാകാത്ത വിധത്തിൽ വളരെ ബുദ്ധിമുട്ടി 3 ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച വെച്ചിട്ട് ഒഴിവാക്കി അത് നെഗറ്റീവ് എന്നാണ് നമ്മൾ പറഞ്ഞത്, അതിനെ പോസിറ്റീവാക്കി മാറ്റി അതിനെ കൊണ്ടുപോയി ഒരു ദേവതാ സ്ഥാനത്ത് സമർപ്പിച്ചു. അതിനുശേഷം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രേതാനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയി പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപാടെണ്ണം എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സംഭവ കഥകൾ പറയുകയാണെങ്കിൽ ദിവസവും 1-2 എപ്പിസോഡ് അവതരിപ്പിച്ചാൽ പോലും തീരാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ. ഇതൊക്കെ ഞാൻ വളരെ പണ്ട് പോയി അവതരിപ്പിച്ച ഇത് പരിഹരിച്ചു കൊടുത്തതാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു സംഭവം. ഇപ്പം വരുന്ന എല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പ്രേതങ്ങളുടെ അനുഭവങ്ങളുള്ളവർ ഒരുപാട് പേര് എന്നെ തേടി വരുന്നുണ്ട്. ഒരു ദിവസം 2-3 പേരെങ്കിലും വരാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള അത് ഞാൻ സമയക്രമം അനുസരിച്ച് ഞാൻ പോയി പരിഹരിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങളാരും പേടിക്കാൻ വേണ്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സധൈര്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നമ്മളോടൊപ്പം പ്രേതങ്ങൾ എന്നുമുണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കേട്ട് രസിച്ചിരിക്കുന്ന പ്രേതങ്ങളും ഒരുപാടെണ്ണം എൻ്റെ ചുറ്റിനും ഉണ്ടായിരിക്കുക. നമ്മൾ അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ തോളിൽ കൈയിട്ട് നമുക്ക് നടക്കാം. ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായി ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ എന്നെ നേരിട്ട് കാണാൻ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.